സംസ്ഥാനത്ത് ഷിഗല്ല ആശങ്കയേറുന്നു. വയനാടിനും കൊല്ലത്തിനും പുറമെ തിരുവനന്തപുരത്തും രോഗബാധ. തോന്നയ്ക്കൽ, ചാക്ക, പുത്തൻതോപ്പ് മേഖലകളിലാണ് 3 കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചത്. വയനാട് ബത്തേരിയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ച കുട്ടികളുടെ എണ്ണം 9 തിരുവനന്തപുരത്ത് നിന്നും സനിസയും വയനാട്ടിൽ നിന്നും ലിൻഡോയുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം സനിസയിലേക്കാണ്. സനിസ, ഇത് സംസ്ഥാനത്തൊട്ടാകെ പല ജില്ലകളിലേക്ക് ഈ ഒരു ഷിഗല്ല രോഗബാധ വ്യാപിക്കുന്നു എന്നുള്ളത് വലിയ തരത്തിൽ ഭീതിയേറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് അടക്കം എത്ര പേർക്കാണ് ഈ രോഗം ബാധിച്ചിരിക്കുന്നത്? ഈ ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ട് എന്തെല്ലാം മുന്നൊരുക്കങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത് ആരോഗ്യവകുപ്പ്? സ്വാതി, മലിനജലം അതുപോലെ തന്നെ പഴക്കം ചെന്ന ഈ ഭക്ഷണം, ഇതിലൂടെയൊക്കെയാണ് ഷിഗല്ല ബാധിക്കപ്പെടുന്നത്. കൂടുതലായും കുട്ടികളിലാണ് ഈ രോഗം എത്തുന്നത്. ഇമ്മ്യൂണിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു രോഗവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വടക്കൻ ജില്ലകളിൽ നിന്ന് തെക്കൻ ജില്ലകളിലേക്ക് രോഗം വ്യാപിച്ച ഒരു സാഹചര്യമാണ്. 3 കുട്ടികൾക്കാണ് ഇവിടെ ഇന്നലെ ഈ രോഗം സ്ഥിരീകരിച്ചത്. രോഗബാധ തോന്നയ്ക്കൽ, ചാക്ക, പുത്തൻതോപ്പ് എന്നീ പ്രദേശങ്ങളിലാണ്. ഈ 3 കുട്ടികളും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. നിലവിൽ ആശ്വാസകരമെന്ന് പറയട്ടെ, ഈ 3 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമായി തുടരുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ മാസം 36 പേർക്കാണ് രോഗം സ്ഥിരീകരിക്കപ്പെട്ടത്. അതിൽ തന്നെ ഇന്ന് വയനാട്ടിൽ വീണ്ടും ഒരു കുട്ടിക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊല്ലത്ത് 2 പേർക്ക്, തിരുവനന്തപുരത്ത് 3 പേർക്ക്, അങ്ങനെ ദിവസവും രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം മാറുകയാണ്. ഈ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കൂടാതെ മഴക്കാലമാണ്, ഈ മാലിന്യ പ്രശ്നമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾ ഇത്തരത്തിൽ പകരുന്ന ഒരു സാഹചര്യമാണ്. കൂടാതെ പനിയും ശക്തമായിട്ട് മലപ്പുറത്തും അതുപോലെ തന്നെ എറണാകുളത്തും ഒക്കെ വ്യാപകമായി പനി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആശുപത്രികളിലൊന്നും വേണ്ടത്ര മരുന്ന് ഇല്ല എന്നൊരു ആക്ഷേപം കൂടി ഉയർന്നിട്ടുണ്ട്. നിപ്പയും സ്ഥിരീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. ഷിഗല്ല രോഗം ഇങ്ങനെ വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അതിനെ പിടിച്ചുകെട്ടാൻ വേണ്ടി ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം മാത്രമേ നിലവിൽ ആരോഗ്യ വകുപ്പിന് നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്തായാലും ശരി സനിസ, ഇപ്പോൾ നമുക്ക് വയനാട്ടിലേക്ക് കൂടി പോകാം. വയനാട്ടിലും ഒരാൾക്ക് കൂടെ രോഗം ബാധിച്ചു എന്നുള്ള വിവരം വരുന്നുണ്ട്. ലിൻഡോ ആണ് അവിടെ നിന്നും ചേരുന്നത്. ലിൻഡോ, വയനാട്ടിലും വലിയ തരത്തിൽ ഭീതി ഉണ്ടാകുന്നു, കൂടുതൽ ആളുകളിലേക്ക് രോഗം ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തെല്ലാമാണ് പ്രതിരോധ നടപടികളൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്? സ്വാതി, വയനാട് സുൽത്താൻ ബത്തേരിയിലാണ് ഒരു വിദ്യാർത്ഥിക്ക് കൂടി ഇന്ന് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോളിയാടി മാർ ഫ്രാൻസിസ് സ്കൂളിലാണ് ഈ രോഗബാധ ഉണ്ടായിട്ടുള്ളത്. ഈ സ്കൂളിൽ ഇപ്പോൾ ആകെ ഷിഗല്ല രോഗം ബാധിച്ച കുട്ടികളുടെ എണ്ണം 9. ആകെ 21 സാമ്പിളുകളാണ് വിദ്യാർത്ഥികളുടേതായി പരിശോധനയ്ക്കായി അയച്ചത്. ഈ 21 സാമ്പിളുകളിൽ 16 എണ്ണമാണ് ഷിഗല്ല രോഗ സ്ഥിരീകരണത്തിനായി അയച്ചത്. ഈ 16 സാമ്പിളുകളിലാണ് ഇപ്പോൾ 9 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി 7 വിദ്യാർത്ഥികളുടെ കൂടി റിസൾട്ട് വരാനുണ്ട്. നിലവിൽ വലിയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഈ ജില്ലാ ഭരണകൂടം ഇവിടെ നടത്തുന്നത്. നെന്മേനി പഞ്ചായത്തിൽ ആൾക്കൂട്ട നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നെന്മേനി പഞ്ചായത്തിലാണ് ഈ രോഗവ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഈ പഞ്ചായത്തിലെ തന്നെ എല്ലാ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധീകരിക്കാനുള്ള സ്പെഷ്യൽ ഡ്രൈവ് ഇന്നലെ മുതലേ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. സമീപത്തെ സുൽത്താൻ ബത്തേരി നഗരസഭയിലടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജൂൺ 14 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രോഗം ബാധിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഇപ്പോൾ ആരോഗ്യ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 502 ആളുകളാണ് ഈ രോഗലക്ഷണങ്ങളെ തുടർന്ന് ബത്തേരിയിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ ചികിത്സ നേടിയത്. നിലവിൽ 44 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോഴും ദിനം പ്രതി ഈ ഷിഗല്ല രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം കൂടുന്നത് ഒരു ആശങ്കയ്ക്ക് വഴിവെക്കുകയാണ്. സ്വാതി. ശരി ലിൻഡോ.